എൻ്റെ പേര് ജൂണി. ഞാൻ കാഞ്ഞിരക്കുല്ലി ഇടവകാംഗമാണ്. ഏതാണ്ട് 17 വർഷത്തോളമായി ബ്ലഡിലെ അലർജിയുടെ അസുഖമായി ചികിത്സയിലായിരുന്നു. ഇരിട്ടി കാരുണ്യ ഹോസ്പിറ്റല്, പെരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ കോയിലി ഹോസ്പിറ്റൽ, മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റല്, കൂടാതെ കോഴിക്കോട് സ്കിൻ റിസർച്ച് സെൻ്റർ, ഇതുപോലുള്ള അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ച് ഈ 17 വർഷത്തോളം ഇങ്ങനെ കഴിയുന്നു. ഒരു ദിവസം പോലും ഗുളിക മുടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞു, നമുക്കിങ്ങനെ ആ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോവാം, അച്ഛനെ കണ്ട് നമുക്ക് എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാവരും പറയും, നോക്കാം, നമുക്ക് മരുന്ന് കഴിക്കുമെന്ന് പറയും. അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നോക്കാം എന്നല്ല പറഞ്ഞത്, തീർത്തും മാറും, മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പള്ളിയിൽ അമ്മയുടെ അടുത്തേക്ക് വരിക, 33 വ്യാഴാഴ്ച വന്ന് മുട്ടിലിഴഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. 4ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും ചൂടച്ചിലില്ല. ഇന്ന് ഞാൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല. കാണുന്നവരോടും കണ്ടുമുട്ടുന്നവരോടും ഒക്കെ എൻ്റെ സൗഖ്യം പറയുകയും, അച്ഛൻ പറഞ്ഞു, വണ്ടി ഉണ്ടല്ലോ, കാറുണ്ടല്ലോ, പോരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ ഓരോ ദിവസവും ഞാനും എൻ്റെ ഭാര്യയും കൂടാതെ വേറെ 3 പേരെ ഒരാഴ്ച തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്യും. ഇന്നും എൻ്റെ കൂടെ 3 പേര് വന്നിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ചത്തേക്ക് ഇന്നേ പറഞ്ഞു വെച്ചേക്കാണ്, ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നുണ്ട്. ആരോടും ഒരു പ്രതിഫലവും മേടിക്കാതെ 33 ആഴ്ച അല്ല 100 ആഴ്ച ആണെങ്കിലും വന്നാൽ എനിക്കത് മതിയാവില്ല എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രാസനച്ചനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 17 വർഷം നീണ്ടു നിന്ന ചികിത്സയുടെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇവിടെയുള്ളത്. ഏതൊക്കെ ആശുപത്രികളാണെന്ന് ജോണിച്ചേട്ടന് തന്നെ ഇപ്പോൾ ഓർമ്മയില്ലാത്തത് ഒരവസ്ഥയായി. അവസാനം സ്കിൻ റിസർച്ച് സെൻ്റർ വരെ എത്തി. എന്നിട്ടും ഈ 17 വർഷത്തിൽ മരുന്ന് കഴിക്കാത്ത ദിവസങ്ങളില്ലാതിരുന്നു. മരുന്ന് കഴിക്കുന്നു, മാറിക്കഴിക്കുന്നു, അടുത്ത ആശുപത്രിയിൽ പോകുന്നു. അങ്ങനെ പോയി അതാണ് വായിച്ചത്. കാരുണ്യ ഹോസ്പിറ്റൽ മുതൽ പിന്നെ കൊയിലി, പരിയാരം മെഡിക്കൽ കോളേജ്, മംഗലാപുരം ഫാദർ മുള്ളേഴ്സ്, കോഴിക്കോട് സ്കിൻ റിസർച്ച്, പിന്നെ എഴുതാത്ത കുറേതും, പിന്നെ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അങ്ങനെ പലതും. അങ്ങനെ ഇതെല്ലാമായിട്ടും വചനത്തിൽ വായിക്കുന്നത് പോലെ രോഗം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. കയ്യിലുള്ള കാശ് മാത്രമേ കുറഞ്ഞുള്ളൂ. പോയതല്ലാതെ അവൾക്കൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കർത്താവ് സഹോദരനെ തൊട്ട് സുഖപ്പെടുത്തി. അച്ഛൻ 33 ആഴ്ച വരാൻ പറഞ്ഞപ്പോൾ അതുപോലെ അച്ഛൻ പറഞ്ഞു, ഓരോരുത്തരെ 2-3 പേരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ.